അവയവ കച്ചവടത്തിൽ വൻ മാഫിയകൾ തന്നെ കരുവാക്കുന്നതായി ഒളിവിൽ കഴിയുന്ന അവയവ കച്ചവട ഏജന്റ് ഷാജി. ദാതാവായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന സ്ത്രീ അവയവ കച്ചവടത്തിന്റെ ഏജന്റെന്ന് ഷാജി. കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം സജീവമെന്നും വെളിപ്പെടുത്തൽ. ജനം ബിഗ് ബ്രേക്ക്. കേരളത്തിൽ അവയവ കച്ചവട മാഫിയ സജീവമെന്ന് തന്നെയാണ് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അവയവ കച്ചവട ഏജന്റായ ഷാജിയുടെ വാക്കുകൾ ഇങ്ങനെ: അനുമതി കഴിഞ്ഞിട്ട് ഇവർക്ക് കമ്മീഷൻ കൂടുതൽ കൊടുക്കുന്ന ഏജന്റുമാരാരാണ്? ഈ പറയുന്ന രാജേഷോ അല്ലെങ്കിൽ മറ്റേ രമേശോ അല്ലെങ്കിൽ റിയാദോ അതല്ലെങ്കിൽ മറ്റേ വേറെ ഉള്ള ഇവർക്ക് കമ്മീഷൻ കൂടുതൽ കൊടുക്കുന്ന ആരാണ്? അവർക്ക് കൊടുക്കും. ദാതാവായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന സ്ത്രീ അവയവ കച്ചവടത്തിന്റെ ഏജന്റെന്ന് ഷാജിയുടെ വെളിപ്പെടുത്തൽ. ഏജന്റായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇവർക്കൊരു ഇപ്പം നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന 1 ലക്ഷം രൂപയാണ് ഇവർക്ക് ഏജന്റ് ഒരു ഡോണറെ കൊണ്ടുവന്ന കമ്മീഷൻ കൊടുക്കുന്നു. അവർ എന്ന് വെച്ചാൽ അവിടെ പേഷ്യൻ്റ് റൂമിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ റൂം കയറി ഇറങ്ങും. ഇവരെ ഡിപ്പാർട്ട്മെൻറ്റ് അതല്ലെങ്കിൽ പോലും ഇവർ റൂം കയറി ഇറങ്ങി പേഷ്യൻറ്റിനെ ക്യാൻസൽ ചെയ്യും. ഷാജിക്കെതിരെ അവയവദാതാവായ സ്ത്രീ ആരോപിച്ച ലൈംഗിക പീഡന പരാതി കെട്ടിച്ചമച്ചതെന്നാണ് ഷാജിയുടെ നിലപാട്. നമ്മുടെ ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഒരു സ്ത്രീ എന്തു പറഞ്ഞാലും അതിനാണ് വാരിയടിച്ചു കൊടുക്കുന്നത്. ആ സ്ത്രീ പറയുന്നത് സത്യമാണെന്നോ അത് ശരിയാണെന്നോ അന്വേഷിക്കാൻ ഒരു സംവിധാനമില്ല. ആ ഒരു സ്ത്രീ പറയാണ് അയാൾ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇന്ന ആൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന് മാത്രമേ ഇതുള്ളൂ. എന്നാൽ ആ പീഡിപ്പിച്ചെന്ന് പറയുന്ന ഈ നിയമപരമായി അത്തരത്തിലുള്ള പ്രശ്നം വന്നപ്പോൾ ഷാജി നേരിട്ടിരുന്നു? ഞാൻ കോടതിയിൽ നിന്ന് എനിക്ക് കോടതിയിൽ ഞാൻ മുൻകൂർ ജാമ്യത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ സെഷൻസ് കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ സെഷൻസ് കോടതി പറഞ്ഞത് പോലീസിന് നോട്ടീസ് അയക്കും. പോലീസിന് പോലീസ് റിപ്പോർട്ട് കൊടുത്തത് ഒരു ക്രിമിനൽ കേസും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. എന്നാൽ സ്ത്രീയുടെ മറുപടി ഇങ്ങനെ: ആലോചന നടത്തിയേക്കണതെല്ലാം അയാൾ തന്നെയല്ലേ? ജീവിതമാർഗം തടസ്സപ്പെടുത്തിയതും അയാൾ തന്നെയല്ലേ? അയാളല്ലേ ഞാൻ കേസ് കൊടുത്തതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്റെ ജോലി കളയിപ്പിക്കാനുള്ള കാരണങ്ങളൊക്കെ ചെയ്തതും അയാൾ തന്നെയല്ലേ? അയാൾക്ക് വേണ്ടിയിട്ട് 12 പേര് എന്നിലൂടെ ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് അവയവ കച്ചവടം സജീവമെന്ന് ഷാജിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം. പറഞ്ഞാൽ ലേക്ക് ഷോറിലും മെഡിക്കൽ ട്രസ്റ്റുമാണ് കൂടുതലും അവയവദാനമാണ്. ഇപ്പോൾ വന്ന് ആശ്രമം മെഡിസിറ്റി, രാജഗിരി അവിടെയൊക്കെ ഉണ്ട്. അവിടെ എല്ലാ ഏജന്റുമാരും ഉണ്ട്. താൻ വെറും പരൽമീനാണ്. വമ്പൻ സ്രാവുകളായ ഏജന്റുമാരാണ് തനിക്കെതിരെ ഇപ്പോൾ കേസ് കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കുന്നത്. ഷാജിയെക്കാളും വലിയുള്ള വമ്പൻ സ്രാവുകൾ ഇപ്പോഴും അവിടെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 3-3.5 വർഷമായിട്ട് ഈ ആശുപത്രിയിലേക്ക് പോകുന്നത് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് മാത്രമേ. ഞാൻ ചെറിയ മീനാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഭംഗിയായിട്ട് നല്ല രീതിയിൽ അന്വേഷിക്കുന്നതായി നല്ല ചെയ്തു കൊടുക്കും. അവയവ കച്ചവട കേസിൽ പോലീസ് തിരയുന്ന ഏജന്റ് ഷാജിയുടെ തുറന്നു പറച്ചിൽ ഒരു ഉദാഹരണം മാത്രം. ഇത്തരത്തിൽ കേരളത്തിൽ വമ്പൻ തട്ടിപ്പാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വി വിനീഷ്, ജനം.